UDF തിരുവനന്തപുരത്ത് വലിയൊരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് കവടിയാറിലെ വിജയിച്ച സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ശബരിനാഥനാണ്. UDF ഒരു തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത്. എന്താണ് പറയുന്നത്? രണ്ടിരട്ടി സീറ്റുകൾ, ഈ ഒരു സാഹചര്യത്തിൽ രണ്ടിരട്ടി സീറ്റുകൾ വിജയിക്കുക എന്നുള്ളത് വലിയൊരു അഭിമാനമുള്ള കാര്യം തന്നെയാണ്. വിജയിച്ച സീറ്റുകൾ അത്തരത്തിലുള്ള സീറ്റുകളാണ്, ചെറിയ മാർജിനൽ തോറ്റ സീറ്റുകളൊക്കെ ഉണ്ട്. എന്തായാലും തിരുവനന്തപുരത്തിന് കോൺഗ്രസിനെയും UDFിനെയും ആവശ്യമാണ്. BJP തടുക്കാൻ നമുക്കാണ് കഴിയുന്നതെന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ലഭിച്ച ഈ മാൻഡേറ്റിൽ നിന്ന് ഉള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ശക്തമായി തന്നെ ഈ നഗരത്തിൽ നമ്മളിനി മുന്നോട്ട് പോകും. BJP ഒരു വലിയൊരു ഒരു വിജയത്തിലേക്ക് തന്നെയാണ് കോർപ്പറേഷനിൽ പോകുന്നത്. അതേസമയത്ത് തന്നെ LDFിൻ്റെ ഒരു അഴിമതി രാഷ്ട്രീയത്തിനുള്ള ഒരു തിരിച്ചടി കൂടിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ ഈ മുന്നേറ്റവും അതുപോലെ തന്നെ BJPയുടെ LDFിനെതിരെയുള്ളൊരു വോട്ടാണ് അത്. നമുക്ക് 20 സീറ്റ്സ് വരെ നമുക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റി. നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുതലായിരുന്നു. BJPക്ക് അവരുടെ എക്സിസ്റ്റിംഗ് നമ്പറിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. നമുക്ക് രണ്ടിരട്ടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി ശക്തമായിട്ട് തന്നെ നമ്മൾ എന്തായാലും തിരുവനന്തപുരം നിലയുറപ്പിച്ച് തന്നെ കോൺഗ്രസും UDFും. BJPയോട് എന്താണ് പറയാനുള്ളത്? ഇല്ല, ഇന്ന് അവർ വിജയിച്ചാൽ അവരെ അഭിനന്ദിക്കുന്നു, വിജയിക്കുന്നതിനോട് അഭിനന്ദിക്കുന്നു. പക്ഷേ നമ്മൾ നിങ്ങളുടെ പിന്നിലുണ്ട്. പ്രവർത്തനങ്ങൾ ഇനിയും വളരെ ശക്തമായിട്ട് ഇനി കോൺഗ്രസ് ഈ ജില്ലയിൽ തന്നെ കാണും, നഗരത്തിൽ കാണും. കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിപക്ഷ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. എല്ലാവിധ ആശംസകളും. കൃത്യമായ തിരിച്ചുവരവ് നടത്താൻ UDFിന് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ രണ്ടിരട്ടി സീറ്റുകൾ നേടിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരിച്ചു വരാൻ UDFിനായിരിക്കുന്നു. UDF അത് കോൺഗ്രസ് ഇവിടെ തന്നെ ഉണ്ട് എന്ന് വീണ്ടും വിളിച്ചു പറയുകയാണ് അദ്ദേഹം. എന്ത് തന്നെയായാലും തികഞ്ഞ ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ BJPക്ക് പിന്നിൽ തങ്ങൾ ഉണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ക്യാമറമാൻ സനലിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.